ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ധൃതി പിടിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് 100% റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേര് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയതായിട്ട് മെസ്സേജിലും ഇൻസ്റ്റഗ്രാമിലും പിന്നെ അല്ലാതെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് പേരൊക്കെ അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. ഇതുപോലെ നിങ്ങൾ മടിച്ച് നിൽക്കരുത്, കമൻറ്റ് ചെയ്യുക. കാരണം ആ കമൻറ്റ് കണ്ടാലാണ് ഇതുപോലെ നിങ്ങളെപ്പോലെ വേറൊരാൾ ഇത് സെർച്ച് ചെയ്ത് വരുന്ന ആളിത് കാണുമ്പോഴത്തേക്കും കമൻറ്റിൽ ഇപ്പോൾ പോസിറ്റീവ് റിസൾട്ട് ഒരാൾക്ക് കിട്ടിയെന്ന് കാണുമ്പോഴായിരിക്കും അത് യൂസ് ചെയ്ത് നോക്കാനുള്ളൊരു ഇത് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിന് മടിച്ച് നിൽക്കരുത്. അപ്പോൾ കമൻറ്റ് അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഹെയറിൻ്റെ കാര്യത്തിന് തന്നെയുള്ളൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു 20 വയസ്സ് 18 വയസ്സാകുമ്പോൾ തന്നെ ഏജിങ് ആവുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഹെയർ നരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവർക്ക്, അതിപ്പോൾ പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ താടി മീശയൊക്കെ നരച്ച് വരുന്നവരുണ്ട്. ആണുങ്ങൾക്കാണെങ്കിലും ഒരു 20 വയസ്സ് ആകുമ്പോൾ തന്നെ ഹെയറൊക്കെ നരച്ച് തുടങ്ങും. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രേ ആവുന്നത് ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ടിപ്പ് വേറെ ഒന്നുമല്ല, കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിലിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയാണ് കേട്ടോ. അപ്പോൾ ആവണക്കെണ്ണ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഹെയറിന് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം ഇത് കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിരികം ഐബ്രോസൊക്കെ അതിന് വേണ്ടിയിട്ടും നമ്മൾ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യും. മസ്കാരയുടെ ബ്രഷ് വെച്ചിട്ട് കണ്ണിൻ്റെ പീലിലൊക്കെ നമ്മൾ ഐലാഷസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആവണക്കെണ്ണയാണ് നമുക്ക് വേണ്ടത്. ഈ ആവണക്കെണ്ണ 1 സ്പൂണും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, നമ്മുടെ ബദാം ഓയിൽ, ആൽമണ്ട് ഓയിലും കാസ്റ്റർ ഓയിലും ഒരുപോലെ തന്നെ നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ മേടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ആൽമണ്ട് ഓയിലും നമുക്ക് വേണം. ആൽമണ്ട് ഓയിൽ അറിയാം, ബദാം നമുക്കറിയാമല്ലോ. ഒരുപാട് നമ്മുടെ ഫേസിൽ ബദാം പൊടിച്ച് ഒക്കെ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബദാമിൻ്റെ നമ്മുടെ ആൽമണ്ട് ഓയിലും കാസ്റ്റർ ഓയിലും നമുക്ക് ഓരോ സ്പൂൺ വെച്ച് വേണം. ഞാൻ ഓരോ സ്പൂൺ എന്ന് പറയുന്നത് ഓരോ അളവിന് വേണ്ടിയിട്ടാണ് ഓരോ സ്പൂൺ എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ 1 സ്പൂൺ ആൽമണ്ട് ഓയിലും 1 സ്പൂൺ കാസ്റ്റർ ഓയിലും ആ ഒരളവ്. ഇപ്പോൾ നിങ്ങൾ 2 സ്പൂൺ ആണെങ്കിൽ രണ്ടും ഒരേ എമൗണ്ടിലെടുക്കുക, ഈക്വൽ എമൗണ്ടിലെടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഫെനഗ്രിക് ആണ്. ഫെനഗ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ പൊടിച്ചത്. അത് വെറുതെ പൊടിച്ചെടുത്തതല്ല, വറുത്ത് പൊടിച്ച പൊടിയാണ് വേണ്ടത്. അപ്പം ഇതും ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. അതായത് ഇപ്പം ഞാൻ 3ഉം ഓരോ സ്പൂൺ വെച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തോരം എടുക്കുന്നോ അതേ അളവിൽ തന്നെ ഈക്വൽ എമൗണ്ടിൽ 3ഉം എടുക്കുക. ഇപ്പം ഇത് 3ൻ്റെയും ഒരു മിക്സ് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല മിക്സ് ചെയ്ത്, അതായത് ഈ കാസ്റ്റർ ഓയിലും ആൽമണ്ട് ഓയിലും നമ്മുടെ ഈ ഫെനഗ്രിക് ഉലുവയും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഉലുവ പൊടി എടുക്കുന്നത് വറുത്ത് പൊടിച്ചതായിരിക്കും കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ച പൊടി വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഇത് സെപ്പറേറ്റ് പറയാൻ കാര്യം. കാരണം എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഉലുവ എങ്ങനെ എടുക്കേണ്ടതെന്ന്. അപ്പോൾ വറുത്ത് പൊടിച്ചത് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതും ഈക്വൽ എമൗണ്ടിൽ തന്നെ ഓയിലും ആൽമണ്ട് ഓയിലും ഉലുവയുടെ പൊടിയും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തലയിൽ മസാജ് ചെയ്ത് നമ്മുടെ സ്കാൾപ്പിട്ടൊക്കെ ആയിക്കോട്ടെ എല്ലാം നല്ല ഗുണം ചെയ്യും. അപ്പോൾ ഹെയറിൽ നന്നായിട്ട് പിടിപ്പിച്ച് ഒരു 2 മണിക്കൂർ നേരം എങ്ങനെയായാലും വെക്കണം. ഇത് നിങ്ങളൊരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ താടിയിലും മീശയിലൊക്കെ ഈ സെയിം തന്നെ അപ്ലൈ ചെയ്യാം. 2 മണിക്കൂർ നേരം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. താടിയിലും മീശയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 7 ദിവസം എങ്ങനെയായാലും ചെയ്യണം. അതാണ് ഞാൻ ഇത് 1 വീക്ക് ചലഞ്ച് ആയിട്ടിട്ടത്. 7 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യണം. എന്നിട്ടാണ് ഇതിൻ്റെ ഒരു പെർമനൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ റിസൾട്ട് കിട്ടും. പക്ഷേ റിസൾട്ട് കിട്ടിയെന്ന് വെച്ച് നിർത്തി കളയരുത്. 7 ദിവസം തന്നെ ചെയ്യണേ. നമ്മൾ കുളിക്കുന്നതിന് നമ്മളിപ്പോൾ എപ്പോഴാണ് കുളിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഒരു 2 മണിക്കൂർ മുമ്പേ അപ്ലൈ ചെയ്ത് വെക്കുക. ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഈ മസാജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കാൾപ്പിൽ ഓൾറെഡി ആയിക്കോട്ടെ. ഒരു 7 ദിവസത്തെ ചലഞ്ചായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 7 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ 2 മണിക്കൂർ നേരം ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് വെക്കുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ദീദി ഷാമ്പു ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് കഴുകി കളയാം. 7 ദിവസം കുറഞ്ഞ് നിങ്ങൾ ചെയ്യണം കേട്ടോ. അതാണ് ഞാൻ 7 ഡേ ചലഞ്ച് ഞാൻ പറയുന്നത്.
1 വീക്ക് ചലഞ്ചായിട്ട് പറയുന്നത്. നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ചലഞ്ചായിട്ടാണ് ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ 1 വീക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.